Blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ച അല്ലെങ്കിൽ നമുക്കൊരു അനുഗ്രഹമാക്കി തീർത്ത 2 പേരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എറണാകുളത്ത് നിന്ന് ഇവാൻ, തൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ ഇവാൻ. അപ്പോൾ തന്നെ കൊല്ലത്ത് നിന്ന് റാണി കുമാർ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇവാനെ അനുഗ്രഹിക്കുന്നു. തൻ്റെ ഭാവിയെ, തൻ്റെ പഠനത്തെ, വിദ്യാഭ്യാസത്തെ ഒക്കെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, റാണി കുമാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് സ്വന്തമായ ഒരു ഭവനം ലഭിക്കട്ടെ. കുടുംബജീവിതത്തിൽ വേണ്ട എല്ലാ നന്മകളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ 2 വ്യക്തികളോടും അവരുടെ കുടുംബത്തോടുമുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആശിസ്സുകളും നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊട്ടാരക്കര സെപ്റ്റംബർ 3 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. അരോമ ഓഡിറ്റോറിയം, അരോമ ഹോസ്പിറ്റലിന് സമീപം, പുനലൂർ റോഡ്, ചെങ്ങമനാട്, കൊട്ടാരക്കര. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. സെപ്റ്റംബർ 4 മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കുറഞ്ഞ തുകയ്ക്കുള്ള ഏർലി ബേർഡ് സ്കീം കരസ്ഥമാക്കുവാൻ കഴിയുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. Jesus comes, there is hope. യേശു കർത്താവ് വരുമ്പോൾ അവിടെ പ്രതീക്ഷയുണ്ട്. Do you have any area in your life where you find no hope at all? നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത അവസ്ഥയിലാണോ നിങ്ങൾ ഇന്ന്? There are some people sitting here, you have asthmatic problem. ഇവിടെയുള്ള ചില വ്യക്തികൾ, നിങ്ങൾക്ക് ആസ്മയുടെ അസുഖമുണ്ട്. You tried many sources of medicines. നിങ്ങൾ ഒത്തിരി രീതിയിലുള്ള മരുന്നുകൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. It's only a fraction of a second for Jesus to heal you. എന്നാൽ യേശുവിന് ഒരു നിമിഷാർത്ഥം മതി നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളെ സൗഖ്യമാക്കുന്നതിന് വേണ്ടി. There are some people sitting here. ഇവിടെ ചില ആളുകൾ ഇരിപ്പുണ്ട്. You went from one doctor to the other doctor, one medicinal branch to the other medicinal branch, one hospital to other hospital, even to distant hospitals you went, but still your problem is there, you are suffering with it, but Jesus wants to heal you today. ഇവിടെ ഒരു വ്യക്തി ഇരിപ്പുണ്ട്. ആ വ്യക്തി ഒരു മരുന്ന് കഴിച്ച ശേഷം അടുത്ത മരുന്ന് കഴിക്കും, ഒരു ഡോക്ടറെ കണ്ട ശേഷം അടുത്ത ഡോക്ടറെ കാണും, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകും. വിദൂര സ്ഥലങ്ങളിലുള്ള അടുത്ത ഡോക്ടർമാരുടെ അടുത്ത് പോലും നിങ്ങൾ മരുന്നിന് വേണ്ടി നിങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ നിന്റെ രോഗം സൗഖ്യമായിട്ടില്ല. ഞാൻ പറയട്ടെ, യേശു കർത്താവ് ഇന്ന് നിന്നെ സൗഖ്യമാക്കാൻ പോവുകയാണ്.
Because Jesus can handle any speciality of medicine. യേശു കർത്താവിന് ഏത് തരത്തിലുള്ള രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുന്നതാണ്. We say hallelujah. എത്ര പേർ ഹല്ലേലൂയ പറയും? Our Jesus can do any miracle. നമ്മുടെ യേശുവിന് ഏത് അത്ഭുതവും ചെയ്യുവാൻ കഴിയുന്നതാണ്. Jesus can bless our memory power. യേശുവിന് നമ്മുടെ ഓർമ്മശക്തി അനുഗ്രഹിക്കുവാൻ കഴിയും. There are some people, you are struggling in that area with your memory. ഇവിടെ ചില ആളുകളുണ്ട്, നിങ്ങളുടെ ഓർമ്മയുടെ മേഖലയിൽ നിങ്ങൾ ഒത്തിരി പ്രയാസപ്പെടുന്നവരാണ്. Jesus wants to heal you. യേശുവിനെ നിങ്ങളെ സൗഖ്യമാക്കുവാൻ The ആഗ്രഹിക്കുന്നു. Bible says when the Spirit of God, the Holy Spirit comes, He will cause you to remember everything. He is the Spirit of remembrance. ബൈബിൾ പറയുന്നു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകലതും ഓർമ്മിപ്പിക്കുന്നതാണ്. കാരണം പരിശുദ്ധാത്മാവ് ഓർമ്മകൾ നൽകുന്ന ഒരു ആത്മാവാണ്. When I say this, I am really touched in my heart because Jesus feels your pain in the heart, all your mental agonies. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ അത് സ്പർശിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം യേശു കർത്താവ് നിന്റെ ഹൃദയത്തിലെ വേദന മുഴുവൻ മനസ്സിലാക്കുന്നൊരു ദൈവമാണ്. There are some fathers and mothers sitting here. Your children are of manageable age, but the age have already advanced and you are so much worried. ഇവിടെ ചില മാതാപിതാക്കൾ ഇരിപ്പുണ്ട്, നിങ്ങളുടെ മക്കളുടെ വിവാഹപ്രായം അത് കഴിഞ്ഞിട്ട് ഒത്തിരി പ്രായമായിട്ടും അവർക്ക് വിവാഹം നടക്കാത്ത ഒത്തിരി മക്കളുള്ള മാതാപിതാക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. And I say, servant of the Most High God, I declare that obstacle, that hindrance is taken away. Now marriages will take place. In the name of Jesus. സർവശക്തനായ ദൈവത്തിൻ്റെ ദാസൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് വിളിച്ചു പറയട്ടെ, ആ തടസ്സങ്ങളെല്ലാം, വിവാഹത്തിനുള്ള തടസ്സങ്ങളെല്ലാം മാറിപ്പോയി വളരെ വേഗത്തിൽ നടക്കാൻ പോവുകയാണ്. What you have to do is just believe and thank the Lord. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുക മാത്രമാണ് ചെയ്യേണ്ടത്. The Bible says everything is from Him, through Him and to Him. ബൈബിൾ പറയുന്നു, എല്ലാം അവനിൽ നിന്നും അവനിലൂടെയും അവനിലേക്കുമാണ് എല്ലാം വരുന്നത്. Only through Jesus. യേശുവിലൂടെ മാത്രമാണ് നടക്കുന്നത്. Because Jesus is the way, Jesus is the truth, Jesus is the life. കാരണം യേശു തന്നെയാണ് വഴി, യേശു തന്നെയാണ് സത്യം, യേശു തന്നെയാണ് ജീവൻ. I'm talking with my heart, not with my lips. Brothers and sisters, would you take a decision in your heart? From today, I will live for Jesus, because He's the only person who gave His own life and exhibited His love for me. ഇന്ന് ഞാൻ എൻ്റെ നാവ് കൊണ്ട് മാത്രമല്ല, എൻ്റെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല നിങ്ങളോട് പറയുന്നത്, എൻ്റെ ഹൃദയത്തിൽ നിന്നാണ്, എൻ്റെ ഹൃദയം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. യേശു കർത്താവ് മാത്രമാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി, തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ജനത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്ന യേശു കർത്താവ്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി നിങ്ങൾ കൊടുക്കണം. Because of the great mercies of the Heavenly Father, I could know my God, the real God, when I was a teenager. ദൈവത്തിൻ്റെ മഹാകരുണ നിമിത്തം ഞാനൊരു കൗമാരപ്രായത്തിലായിരുന്നപ്പോൾ എനിക്ക് ഈ ദൈവത്തെ അറിയുവാൻ കഴിഞ്ഞു. I'm in the 40s, but still I know through many decades of experiences with the Lord, He's a faithful God, He's a compassionate God, He's a loving God, He's a healing Father. എന്നാൽ ഒത്തിരി ദശാബ്ദക്കാലത്തെ ഈ ദൈവത്തോടു കൂടെയുള്ള ആ നടത്തത്തിൻ്റെ ഭാഗമായി എനിക്കൊരു കാര്യം അറിയാം, നമ്മുടെ ദൈവം യേശു കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. യേശു കർത്താവ് നടത്തുന്ന ദൈവമാണ്. യേശു കർത്താവ് രക്ഷിക്കുന്ന ദൈവമാണ്. യേശു കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാണ്. He will never fail you. He will never let you down. യേശു കർത്താവ് ഒരിക്കലും നീ പരാജയത്തിലേക്ക് പോകുവാൻ, നീ താണു പോകുവാൻ ഒരിക്കലും അവൻ നിങ്ങളെ അനുവദിക്കുകയില്ല. Many times, many close friends, confidants, many people who are so close to me departed me, but Jesus never deceived me and never walked away from my life. ഒത്തിരി സമയങ്ങളിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ പലപ്പോഴും എന്നെ വിട്ടു പോയിട്ടുണ്ട്.
എന്നെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും യേശു കർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് എന്നെ തള്ളിക്കളഞ്ഞിട്ട് പോയിട്ടില്ല. Sometimes some people will come so close to you and they will go away from you. പല സമയത്തും പല ആളുകൾ നമ്മുടെ അടുക്കൽ വന്ന് വളരെ അടുത്ത് നിന്നതിന് ശേഷം അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വളരെ വേഗത്തിൽ പോകാറുണ്ട്. When Jesus comes, it is for your eternity. എന്നാൽ യേശു കർത്താവ് വരുമ്പോൾ അത് നിന്റെ നിത്യതയിലേക്കാണ്. He will never go back. അവൻ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നിന്ന് പിന്മാറി പോകുകയില്ല. Even life partners may leave you. Let it never happen to you, but it happens. But Jesus, the eternal life partner, will never leave from you. പല സമയത്തും ജീവിത പങ്കാളികൾ പോലും പല ആളുകളും വിട്ട് പോകാറുണ്ട്. അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതിരിക്കട്ടെ. പക്ഷേ എന്നാൽ യേശു കർത്താവ് നിന്റെ നിത്യമായ നിന്റെ ജീവിതത്തിൻ്റെ പങ്കാളി ഒരിക്കലും 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 നിന്നെ വിട്ട് നിന്നെ ഉപേക്ഷിച്ച് നിന്റെ ജീവിതത്തിൽ നിന്ന് പോകുകയില്ല. If you find Jesus in your life and if you possess Jesus in your life, that Jesus is costlier than Kohinoor. Jesus is costlier than the costliest diamonds and pearls. നിങ്ങൾ യേശുവിനെ മനസ്സിലാക്കുകയാണെങ്കിൽ, യേശുവിനെ സ്വീകരിക്കുകയാണെങ്കിൽ, യേശുവിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണെങ്കിൽ, ഞാനൊരു കാര്യം പറയട്ടെ, യേശു കർത്താവ് കോഹിനൂർ രത്നത്തെക്കാൾ, ഈ ലോകത്തിലെ ഏറ്റവും വിലയേറിയ രത്നത്തെക്കാളും ഏറ്റവും വിലയേറിയ ദൈവമാണ്. Hallelujah. ഹല്ലേലൂയ. Many people build their business kingdoms and one day it will collapse. ഒത്തിരി ആളുകളും അവരുടെ ബിസിനസ് സാമ്രാജ്യം അവർ പടർത്താറുണ്ട്. പക്ഷെ പലപ്പോഴും അത് തകർന്നു വീഴാറുണ്ട്. One day everything can take up wings and fly away. എല്ലാം ഒരു ദിവസം ചിറകുകൾ വിരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാം പറന്നകരാനുള്ള സാധ്യതയുണ്ട്. And even if everything goes away, leaves your life, then even that time this friend Jesus will stick to you. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ വ്യക്തികളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും ആ യേശു കർത്താവ് എന്ന് പറയുന്ന സുഹൃത്ത് നിന്റെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കാൻ പോവുകയാണ്. Before I pray, let me ask you to take this decision. Jesus Christ is the hope of glory. Receive Him as a hope in your life, and everything about you will be under control. അതിനു മുൻപ് മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന യേശു കർത്താവിനെ നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. അത് നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ്. May I ask you to lay both of your hands on your heart. നിങ്ങളുടെ കൈകൾ നിന്റെ ഹൃദയത്തിലേക്ക് എടുത്തു വെച്ചാൽ, Both the hands on your heart. രണ്ട് കരങ്ങളും നിന്റെ മാറിനോട് ചേർത്ത് വെച്ചാൽ, And take a decision in your heart. Lord, I am accepting you as my Savior and Lord. ഹൃദയത്തിലൊരു തീരുമാനമെടുത്താലും, യേശുവേ അങ്ങേ എൻ്റെ രക്ഷകനായി ഞാൻ ഇന്ന് സ്വീകരിക്കുകയാണ്. I know that He will never leave me. I don't want to leave you also. എനിക്കറിയാം അങ്ങ് എന്നെ വിട്ട് ഒരിക്കലും പോകുകയില്ല എന്ന്. അതുകൊണ്ട് ഞാൻ തീരുമാനമെടുക്കുകയാണ്, അങ്ങേ വിട്ട് ഒരിക്കലും ഞാൻ പിന്മാറി പോകുകയില്ല. ഇവരെല്ലാവരും ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാമിലൂടെയും പ്രയർ ഡയറി വാങ്ങിച്ച് പ്രയർ ഡയറിയിൽ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി എഴുതി വെച്ച് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിലൂടെയും ഈ അറ്റത്ത് നിൽക്കുന്നവരെ ബ്രദർ ഡാമിയൻ നേരിട്ട് ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പ്രാർത്ഥിച്ചതിലൂടെയൊക്കെ ഏറ്റവും ലഭിച്ച കുഞ്ഞുങ്ങളുമായിട്ടാണ് അവർ ഇന്ന് സാക്ഷ്യം പറയാൻ വന്ന് നിൽക്കുന്നത്. ആദ്യം നിൽക്കുന്ന ആൾക്ക് 1.5 വർഷം വിവാഹം കഴിഞ്ഞ് 1.5 വർഷമായി കുട്ടികളില്ലായിരുന്നു. 2013 നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഇവർ പങ്കെടുക്കുകയും ഒരു പ്രയർ ഡയറി താൻ വാങ്ങിച്ചുകൊണ്ട് പോയി. ആ പ്രയർ ഡയറിയിൽ താൻ കുഞ്ഞിന് ഉണ്ടാകാൻ വേണ്ടി എഴുതി വെക്കുകയും ഒപ്പം തന്നെ കുഞ്ഞുണ്ടാകുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അതിൽ. ആ പ്രാർത്ഥനയും താൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കയ്യിലുണ്ടല്ലോ, ഇത് പപ്പടക്കെട്ടായല്ലോ, ഇത് പപ്പടക്കെട്ടായല്ലോ, ഇത് പപ്പടം വറുക്കുന്ന പോലെ വറുക്കാം. അകത്തൊക്കെ മുഴുവൻ എഴുതി വെച്ചേക്കോ. ഇത് നോക്കി, മുഴുവൻ എഴുതി വെച്ചേക്കോ. പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടിയിൽ തന്നെ
ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കുറേ 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 കുറേ. പിന്നെ എനിക്ക് സ്ഥലം തികഞ്ഞില്ല അതിലെഴുതാൻ. പിന്നെ സ്ഥലം തികഞ്ഞില്ല. ഇനി അഡീഷണൽ ഷീറ്റ്സ് പരീക്ഷയ്ക്കൊക്കെ മേടിക്കില്ലേ, കൂടുതൽ പേപ്പർ മേടിക്കുന്ന പോലെ ഉത്തരക്കടലാസ് മേടിക്കുന്ന പോലെ മേടിച്ച്. സമയത്ത് പിന്നെ ഈ ബുക്ക് ഞാൻ തറയിൽ പോലും വയ്ക്കത്തില്ല. എപ്പോഴും ഞാൻ ഒന്നുകൂടി പറഞ്ഞേ. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഈ ബുക്ക് എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു. വെറുതെ അല്ല ആ ഷേപ്പ്. അപ്പോൾ ഈ വയറുമായി നടന്ന സമയത്തൊക്കെ ഇതുമായിട്ട് നടക്കുവാണ് ആണോ? ഉണ്ടായിരുന്നു എപ്പോഴും എൻ്റെ കയ്യിൽ. സിസ്റ്റർ പറഞ്ഞത് ഇവർ ഭാര്യയും ഭർത്താവും ഈ പ്രയർ ഡയറിയിലെ ആ പ്രാർത്ഥന കൈ അതിൽ വെച്ചുകൊണ്ടാണ് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. 1.5 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. പ്രാർത്ഥന ഡയറി വാങ്ങിച്ചു, കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ കോൾ സെൻറ്ററിലൊക്കെ വിളിക്കുമ്പോൾ അവർ പറയുമായിരുന്നു ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന്. 2014 ആയപ്പോഴേക്കും ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് നൽകി ദൈവം ഇവരെ അനുഗ്രഹിച്ചു. എത്ര വയസ്സുണ്ട്? 1.25 വയസ്സ്. ഈ പുള്ളി സംസാരിക്കുമോ? ഓക്കെ, ഇനി അടുത്തത് ഇവരാണ്. ഇവർക്ക് 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 5 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. 2011 മുതൽ ഇവർ വിവിധ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കുമായിരുന്നു. 2013 ഇവരൊരു പ്രയർ ഡയറി വാങ്ങുന്നത്. 2013 പ്രയർ ഡയറി വാങ്ങി, അതിൽ ഏതാണ്ട് നവംബർ മാസത്തിലാണ് ഇവർ പ്രയർ ഡയറി വാങ്ങുന്നത്. ഇതുപോലെ തന്നെ അവരും പ്രയർ ഡയറിയിൽ എഴുതി വെച്ചു, അതിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ആ സഹോദരി പ്രഗ്നൻ്റായി. 3 months. 5 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് കുഞ്ഞിനെ നൽകി. അടുത്തത് ഈ സിസ്റ്റർ പറഞ്ഞത് ഒരു ദിവസം തുടർമാനമായി ഇവർ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ബ്രദർ ഡാമിയൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഈ മാസം തന്നെ യേശു ഒരു കുഞ്ഞിനെ നൽകുന്നു എന്ന് ഒരു ദിവസം പറഞ്ഞു. ഈ മാസം തന്നെ കുഞ്ഞിനെ നൽകുന്നു എന്ന് ബ്രദർ TV പ്രോഗ്രാമിലൂടെ വിളിച്ചു പറഞ്ഞു. ഭർത്താവ് അടുത്തുണ്ടായിരുന്നോ? ഓക്കെ. സഹോദരി പറഞ്ഞത് ആ മാസം തന്നെ ഈ സഹോദരി പ്രഗ്നന്റ് ആയി. അനുസരണമുള്ള കുട്ടിയോ? ഈ മോന് ഇപ്പൊ 4 വയസ്സ് പ്രായമുണ്ട്. അടുത്ത ആളുകള് ഇവര് 12.5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട്. ഇത് ശരിയാണോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടിയതാണോ? ഇല്ല ശരിയാണോ? 12.5 വർഷമായപ്പോൾ മോനെ കിട്ടിയത്. 12.5 വർഷം ആയപ്പോഴാണ് കിട്ടിയത്. അപ്പൊ എത്ര വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു? 11.5 വർഷം. ഓക്കെ. എന്നിട്ട് ഇവരും ഇതുപോലെ തന്നെയാണ്. കാട്ടാക്കട ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലാണ് ഈ സഹോദരിയുടെ അമ്മയാണ് ആദ്യം പങ്കെടുത്തത്. ഈ സഹോദരിയുടെ അമ്മ കാട്ടാക്കട ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. അന്ന് ബ്രദർ ഡാമിയൻ്റെ അടുക്കൽ വന്ന് അവർ പ്രാർത്ഥിച്ചു, എൻ്റെ മകൾക്ക് കുഞ്ഞുങ്ങളില്ല, അപ്പോൾ അതിനുവേണ്ടി മകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഒപ്പം തന്നെ ഒരു പ്രയർ ഡയറിയും വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പോൾ ബ്രദർ അന്ന് പറഞ്ഞിരുന്നു, ഭയപ്പെടണ്ട, ഇത്രയും പെട്ടെന്ന് തന്നെ മകൾക്ക് യേശു കുഞ്ഞിനെ നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. വർഷങ്ങൾ കൂടുന്തോറും പ്രതീക്ഷ കുറയും. ശരിയാണോ? 11 ആയി, 12 ആയി, മുന്നോട്ട് പോകുന്നതോറും ഇനി വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. പക്ഷെ എനിക്ക് ഈ തിരുവനന്തപുരത്ത് എവിടെയോ കാട്ടാക്കടയിലാണെന്ന് തോന്നുന്നു 19 വർഷം എന്തായ ഒരു ഫാമിലി കുഞ്ഞുമായിട്ട് വന്നു. ഇവിടെ കർത്താവിൻ്റെ സ്പെഷ്യൽ ബ്ലെസ്സിങ് നടക്കുന്നൊരു സ്ഥലമാണ് ഈ തിരുവനന്തപുരം ഏരിയ. ഹല്ലേലൂയ. പേര് പറഞ്ഞായിരുന്നോ? അനിൽ. ഓക്കെ. അപ്പോൾ ഇത്രയും പേർക്ക് എന്നിട്ട് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്, അപ്പോൾ ഈ സഹോദരിക്ക് കാലിന് ചെറിയ രീതിയിലൊരു പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടും ഇവർ കോൾ സെൻറ്ററിലെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്നെല്ലാം ഒരു കുഴപ്പമുണ്ടാവില്ല, ആരോഗ്യമുള്ള കുഞ്ഞിനെ ദൈവം നൽകുമെന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഈ സഹോദരി പറഞ്ഞത് തനിക്ക് കാലിനൊരു ചെറിയ ഒരു വളവുണ്ട്, അപ്പോൾ ആ വളവ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഈ കുഞ്ഞിനും ഉണ്ടാവരുതേ എന്ന് പറഞ്ഞ് ഇവർ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഡെലിവറി കഴിഞ്ഞ ആ തൊട്ടടുത്ത നിമിഷം നേഴ്സസ് വന്നിട്ട് പറഞ്ഞു, കുഞ്ഞിന് ചെറുതായിട്ടൊരു വളവ് ഉള്ളതുപോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചെയ്തത് നഴ്സറിയിട്ട് കൊണ്ടുപോയി. കാലിന് പ്രശ്നമുണ്ട്, അതുകൊണ്ട് നഴ്സറിയിട്ട് കൊണ്ടുപോകാനെന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുപോയി ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവർ വിളിച്ചു, കോൾ സെന്ററിലോട്ട് വിളിച്ചു, ഇവർ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ് ഇവർ പറഞ്ഞത്. അതിനുശേഷമാണ് സിസ്റ്റേഴ്സ് വന്ന് പറഞ്ഞത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ശരിയായിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു.
അങ്ങനെ ഇത്രയും പേർക്ക് കർത്താവ് ചെയ്തു. ഇവർക്കൊരു കൈയുടെ ഒരു അഭിനന്ദനം കൊടുത്തേ. വിശ്വാസത്താൽ അവർ പ്രാപിച്ചു. ഹല്ലേലൂയ. കൈകൾ രണ്ടും ഉയർത്തി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഇത്രയും പേർക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് സാക്ഷികളാകാൻ അങ്ങ് കൃപ കൊടുത്തെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലർക്കും കർത്താവേ ആ ഭാഗ്യം കൊടുക്കണമേ. അടുത്തൊരു മാസത്തിനകം, അടുത്തൊരു വർഷത്തിനകം ഒക്കെയായി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവരിൽ വെളിപ്പെടട്ടെ. സാക്ഷ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ കാണുന്നവരും യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. സെപ്റ്റംബർ 4 മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കുറഞ്ഞ തുകയ്ക്കുള്ള ഏർലി ബേർഡ് സ്കീം കരസ്ഥമാക്കുവാൻ കഴിയുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊട്ടാരക്കര സെപ്റ്റംബർ 3 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. അരോമ ഓഡിറ്റോറിയം, അരോമ ഹോസ്പിറ്റലിന് സമീപം, പുനലൂർ റോഡ്, ചെങ്ങമനാട്, കൊട്ടാരക്കര. നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും അങ്ങയുടെ അനുഗ്രഹങ്ങളും നന്മകളും ദാനങ്ങളും കൊടുത്ത് അങ്ങ് അവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തൊണ്ടയ്ക്കകത്ത് വല്ലാത്ത പ്രശ്നം അനുഭവിക്കുന്ന ചില വ്യക്തികൾ, ഒരുപക്ഷെ ക്യാൻസറോ അല്ലെങ്കിൽ തൊണ്ടയ്ക്കകത്ത് മറ്റു പല പ്രശ്നങ്ങളോ ആയിട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൈ തൊണ്ടയിലേക്ക് എടുത്തു വെച്ചാലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തി സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ നടക്കുമ്പോൾ പെട്ടെന്ന് വീണു പോകുന്നത് പോലെ ഉള്ള ബാലൻസ് കിട്ടാത്തത് പോലുള്ള ചില പ്രശ്നമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഒരുപക്ഷെ അതിൻ്റെ കാരണങ്ങൾ പലതായിരിക്കാം, പക്ഷെ ഇപ്പോൾ വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടുത്ത തലവേദന ഈ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ത്വക്ക് രോഗങ്ങൾ, ത്വക്കിൽ പല ഭാഗങ്ങളിലായിട്ടുണ്ടാകുന്ന ത്വക്ക് രോഗങ്ങൾ ഈ സമയത്ത് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഡൈജഷനുമായിട്ട് ബന്ധമുള്ള, ദഹന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില കിടപ്പ് രോഗികൾ ഈ സമയത്ത് എഴുന്നേൽക്കട്ടെ കർത്താവെ, അവരുടെ കിടക്കയെ അങ്ങ് മാറ്റി വിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യം കർത്താവെ അങ്ങ് ചെയ്തതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവെ.
താങ്ക് യു ലോർഡ്. അതുപോലെ വെളിച്ചം കാണുവാൻ സാധിക്കാത്ത പോലെ കണ്ണിന് പ്രശ്നമുള്ള ചില വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്തരം വ്യക്തികൾ, രോഗികൾ ഈ സമയത്ത് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചില ജോലിക്കുള്ള ചില കാര്യത്തിനു വേണ്ടി എത്ര ശ്രമിച്ചിട്ടും ജോലി ലഭിക്കാത്ത ചിലർ ഇപ്പോൾ അത്ഭുതകരമായ ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായ ഒരു വഴി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. കർത്താവെ, അത്ഭുതകരമായ ആ വഴി അവരുടെ മുൻപിൽ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ 2 കൈകളും നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്ന ഈ പ്രാർത്ഥന ഇപ്പോൾ പ്രാർത്ഥിക്കാനായി തുടങ്ങിയാലും, യേശുവേ, എൻ്റെ ഹൃദയത്തെ അങ്ങേക്ക് വേണ്ടി ഞാനിപ്പോൾ തുറക്കുന്നു. യേശുവിനെ എൻ്റെ കർത്താവും രക്ഷകനും ദൈവവും നാഥനുമായി ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ ജീവിതത്തെ യേശുവിനായി ഞാനിപ്പോൾ സമർപ്പിക്കുന്നു. ആമേൻ. നിങ്ങൾ ഈ പ്രാർത്ഥന എന്നോടൊപ്പം ഏറ്റു ചൊല്ലിയപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ പൈതലായി തീർന്നിരിക്കുകയാണ്. യേശുവിൻ്റെ രക്ഷ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിലൂടെ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും തുടർമാനമായി കാണുക. നാളെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് കൊട്ടാരക്കരയിൽ വെച്ചിട്ടാണ്. കൊട്ടാരക്കരയിൽ വെച്ച് നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹോളി സ്പിരിറ്റ് സിനഡിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, വേഗത്തിൽ രജിസ്റ്റർ ചെയ്യുക. അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.